എന്നിട്ട് അച്ഛൻ പറഞ്ഞു, എടി മോളെ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്, ഒന്ന് ആലോചിക്ക്. ആപ്പൻ നിനക്ക് നല്ലതിനാണ് പറയുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു. അതിന് ഓള് മോൻ വേർപ്പിച്ചുകൊണ്ട്, ശരിയാപ്പാ എന്ന് പറഞ്ഞ് ഞാൻ പോയി കിടക്കട്ടെ, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഓള് പോയി. എന്നിട്ട് അച്ഛനും കല്യാണി അമ്മയും ഉണ്ട് പുറത്തിരിക്കുന്നു. 9:30 ആവുന്നുള്ളൂ സമയം. എന്നിട്ട് കല്യാണി അമ്മമ്മ പറഞ്ഞു, മോനെ, ഇവർ രണ്ടാളും എന്തോ കണക്ക് കൂട്ടി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓല കുടുംബത്തിൽ അടിയും പിടിയും കച്ചറയുണ്ടാക്കിയിട്ടാണ് വന്നത്. അവിടെ കച്ചറ ഉണ്ടാക്കി, ശരി, എന്തും ചെയ്തോട്ടെ. ഇവിടെ വന്നിട്ട് നിങ്ങളെ തകർത്തിക്കളയരുത് അവർ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരുപാട് എന്തെല്ലോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടിവിടെ ഇരിക്കുക. പോരാത്തതിന് ഈറ്റികൾ വന്നിട്ട് കുടുംബം വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ശല്യം ചെയ്യാനും ഇടങ്ങാറാക്കാനല്ല കുടുംബം, സപ്പോർട്ട് ചെയ്യാനാണ്. നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നമുക്ക് സമാധാനം പറയാനാണ് കുടുംബം. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടായി കാലത്ത് ഇല്ല. സന്തോഷമായിട്ടിരിക്കുന്നവരെ ദുഃഖമായിട്ട് ആക്കാനാണ് ആളുള്ളത്. ഇപ്പോൾ ആരും ഒരുത്തൻ കുണ്ടിൽ വീണ് കഴിഞ്ഞാൽ കൈ പിടിച്ച് മേലോട്ട് പൊന്തിക്കൂല. കൂടുതൽ കുണ്ടിലേക്ക് തള്ളിയിട്ട് വലിയൊരു കല്ലും ഉന്തി അതിൻ്റെ പുറത്ത് വെക്കും, മേലോട്ട് വരണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനത്തെ ഒരു കാലമാണ് മോനെ ഇത്, നീ നോക്കിക്കോ എന്ന് കല്യാണി അമ്മമ്മ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ അമ്മ, ചേച്ചിയുടെ ഇങ്ങനെ ആയിപ്പോയല്ലോ. പിന്നെ ഞാൻ പറഞ്ഞാലത് തെറ്റായി പോകുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഇപ്പോൾ ഈ 2-3 മാസം ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ അപ്പൻ്റെ വീട്ടിൽ വന്ന കൊണ്ടാണ് അപ്പൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓല് വിചാരിക്കൂലേ. പക്ഷെ നമ്മൾ പറയുന്നത് അതിനല്ല. പക്ഷേ വീട്ടിൽ അങ്ങനെയല്ലേ കണക്ക് കൂട്ടും, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് എന്ന് അച്ഛൻ അങ്ങോട്ട് പറഞ്ഞിട്ട് അതിന് കല്യാണി അമ്മ പറഞ്ഞ്, ശരി മോനെ, നമുക്ക് നാളെ സംസാരിക്കാം, ഞാൻ പോയിട്ടൊന്ന് കിടക്കട്ടെ മോനെ, 10 മണിയായില്ലേ എന്ന് കല്യാണി അമ്മമ്മ പറഞ്ഞിട്ട് ഓല് അങ്ങോട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് പൂർണിമേൻ്റെ ഭർത്താവുണ്ട് അവിടെ മുറ്റത്ത് നിൽക്കുന്നത്. ഇതാരും പ്രതീക്ഷിച്ചിട്ടില്ല അയാൾ വരും എന്നുള്ളത്. അന്നേരം അച്ഛൻ ചായപ്പീടിയല്ലേ പോവാ. രാവിലെ നേരത്തെ എണീച്ചിട്ട് എല്ലാവരും അവിടെയുള്ള എല്ലാവരും 10 വീട്ടുകാരും അവിടെ ഒരു ചായപ്പൊടിയുണ്ട്, അവിടെ പോയി കുത്തിരിഞ്ഞ് പേപ്പറും വായിച്ച് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരിക. അതല്ല ഓരോ ശീലം ആണുങ്ങളെ. അന്നേരം അച്ഛൻ കടന്ന് ചായപ്പൊടി പോയിട്ട് വീട്ടിലേക്ക് തിരിച്ച് വരുന്നു. നോക്കുമ്പോൾ ഉണ്ട് ഒരാൾ, കൊള്ളി പോലെ ഒരാളുണ്ട് മുറ്റത്ത് നിൽക്കുന്നത്. അച്ഛന് തിരിഞ്ഞില്ല ഇതാരാന്നുള്ളത്. ഇതുവരെ നോക്കിയപ്പോൾ അപ്പോൾ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഈ പൂർണിമേൻ്റെ ഭർത്താവ് അത്. അന്നേരം അച്ഛൻ വന്നേരം അച്ഛനല്ല ഓൻ അങ്ങോട്ട് ചോദിക്കേണ്ടത്, പക്ഷെ ഓൻ ആദ്യം ഇങ്ങോട്ട് ചോദിച്ച്, നമസ്കാരം ഉണ്ടാപ്പാ, അപ്പന് സുഖമാണോ? ഇവിടെ അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാവർക്കും സുഖമല്ലേ എന്ന് ഓൻ ഇങ്ങോട്ട് പറഞ്ഞ്. അന്നേരം സുഖമാണ് മോനെ, നീ എങ്ങനെ ഇരിക്കുന്നു, വീട്ടിൽ നിൻ്റെ മക്കളോ അച്ഛനും അമ്മയും എങ്ങനെയുണ്ട്, എല്ലാവർക്കും സുഖമാണോ എന്ന് അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ടാണ് ഇത് അമ്മ അറിയുന്നത്. അമ്മ പുറത്തേക്ക് വന്നപ്പം കാണുന്ന ഇവനുണ്ട് ഇവിടെ. അന്നേരം അമ്മനോട് അതേപോലെ പറഞ്ഞ്, നമസ്കാരം ഉണ്ട് അമ്മേ എന്ന് പറഞ്ഞ്. അതിനമ്മ ഇങ്ങോട്ട് പറഞ്ഞ്, ആ നമസ്കാരം ഉണ്ട് മോനെ, എനിക്ക് സുഖമാണോ, എൻ്റെ മക്കൾക്കും അമ്മയും അച്ഛനെല്ലാം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ച്. എല്ലാവർക്കും സുഖമാണ് അമ്മേ, ഞാനൊഴിച്ച് ബാക്കി എല്ലാവർക്കും പരമസുഖമാണ് എന്ന് മോൻ ഇങ്ങോട്ട് പറഞ്ഞ്.
അതിനെ അമ്മ പറഞ്ഞ്, എന്തിനാ മോനെ നീ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു. അത് അമ്മയ്ക്ക് അറിയില്ലേ, 2-3 മാസമായില്ലേ, ഇവിടെയല്ലേ താവളം എന്ന് ഓൻ പറഞ്ഞു ഇങ്ങോട്ട്. അതിന് അമ്മ ഇങ്ങോട്ട് മറുപടി പറഞ്ഞു, വീട്ടിലേക്ക് കയറി വന്ന കുട്ടികൾ അതാരായാലും ശരി, ഇപ്പം നീ തന്നെ ഇങ്ങോട്ടേക്ക് കയറി വന്നില്ലേ, ഇവിടെ നിന്ന് പോന്ന് ഞങ്ങൾ പറയില്ല. ഇതെങ്ങനെയാ പറയാൻ പറ്റുക? ഇങ്ങനെ ഒരു ബന്ധുവുണ്ട്, കുടുംബമുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കയറി വരുന്നത്. അന്നേരം ഞമ്മക്കത് പോവാൻ പറയാൻ പറ്റില്ലല്ലോ, അത് ഓര് തന്നെ തീരുമാനിക്കേണ്ടതല്ലേ. ഞങ്ങൾ പറയാനുള്ളതൊക്കെ നിൻ്റെ ഭാര്യേൻ്റെ അടുത്ത് പറഞ്ഞ്. ഓള് ചെറിയ കുഞ്ഞനൊന്നല്ലല്ലോ, പിന്നെ ഓളെ സ്വഭാവം ഓളെന്താന്നുള്ളത് ഞാളെ കാണാൻ നിനക്ക് നല്ലോണം അറിയാമല്ലോ. ഞാൾ പറഞ്ഞിട്ട് ഓൾ അനുസരിക്കണ്ടേ? ഇന്നലെ വരെ നിൻ്റെ ആപ്പൻ ഓളെടുത്ത് പറഞ്ഞിനി, അതിന് ഓൾ മുഖം വെറുപ്പിച്ച് വെച്ച് പോയി കിടന്നത്, ഇനി എണീച്ചിക്കില്ല, ഓൾ അവിടെ കിടക്കുക എന്ന് അമ്മ പറഞ്ഞ്. എന്നിട്ട് കസാരയിൽ ഇരുന്ന് അച്ഛനും വന്ന പൂർണിമിൻ്റെ ഭർത്താവും കസാലമേലെ ഇരുന്നിട്ട് പറഞ്ഞ്, അപ്പം ഇങ്ങനെയല്ല, ഓരോരോ ദിവസങ്ങളും വീട്ടിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് മുഖത്തടിച്ച പോലെ എതിർത്ത് പറയും. എനിക്ക് ഈ പൊടി തേക്കുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷേ ഓക്ക് അതാണ് ഇഷ്ടം. അതിങ്ങനെ കള്ളുടിയന്മാരെ പോലെ അതിങ്ങ് വായിൽ വെക്കും. എനിക്കത് തീരെ പിടിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കച്ചറിയില്ല ഞാളെ തമ്മിൽ, ഇതാണ് പ്രശ്നം, ഇതാണ് ആദ്യം തുടക്കത്തിൽ വന്നത്, എന്നിട്ടാണ് വലിയ വലിയ വെടിക്കെട്ടൊക്കെ ഉണ്ടായത്. അന്നേരം അത് ഒഴിവാക്കി ഇത് വേണ്ട, അതിന് പകരം ഈ ബബിൾ കോൺ വായിലിട്ടിട്ട് ചമച്ചോ, എനിക്ക് എന്തെങ്കിലും വായിൽ വെക്കണമെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞ്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ അപ്പാ, നിങ്ങൾ പറ എന്ന് പൂർണിമേൻ്റെ ഭർത്താവ് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ മോൻ പറയുന്ന തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല മോനെ. ഞാനും എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ഓളോട് പറഞ്ഞു, പക്ഷേ ഓക്കത് ഇഷ്ടമായില്ല ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യാനാ? അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ല നീ വന്നത്, നീ സ്വയം വന്നതാ. ഇപ്പോൾ ഓൾ വിചാരിക്കും ഞാൻ വരുത്തിച്ചാ വന്നതെന്ന്. സാറിൻ്റെ ഓൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, എന്നോട് ചൊടിക്കുകയാണെങ്കിൽ ചൊടിച്ചോട്ടെ, എൻ്റെ പെങ്ങളെ മോളല്ല, സാരമില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അന്നേരം ഓൻ പറഞ്ഞു, അപ്പാ പെണ്ണുങ്ങളല്ലേ വീട്ടിൽ ചോറ് വെക്കുന്നില്ല, പീടിയെന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് പാർസൽ കൊണ്ടുവന്നിട്ട് തിന്നണമെന്നാണ് പറയുന്നത്. വീട്ടിൽ എത്ര ആളുണ്ട്? ഞങ്ങൾ 4 ആളല്ലേ, ഓളും ഞാനോ 2 മക്കളും ഉണ്ട്, അച്ഛനും അമ്മയില്ലേ. ആരാൾക്ക് ഒരു ദിവസം പീടിയെന്ന് വാങ്ങണമെങ്കിൽ എത്ര പൈസ വേണം? അതിവള് മനസ്സിലാക്കണ്ടേ? 1 കിലോ അരി വാങ്ങി വെച്ചാൽ മതിയല്ലോ. 1 കിലോ അരി മുഴുവനും തിന്നാൻ പറ്റില്ലല്ലോ ആരാക്കും, പിന്നെയും ബാക്കി ഉണ്ടാവുമല്ലോ. അത് പറഞ്ഞാൽ അത് കുറ്റമാണ് അവൾക്ക്. പിന്നെ അമ്മ ഉണ്ടല്ലേ, പ്രായമായ അമ്മയല്ലേ, അമ്മേൻ്റെ ഉടുത്ത ഒരു സാരി അലക്കി കൊടുക്കൂല ഇവള്. അപ്പാടതങ്ങ് മാറ്റി വേറെ സ്ഥലത്ത് ഇട്ട് കളയും, അച്ഛൻ്റെതും അമ്മേൻ്റെതും. ഇവള് അലക്കി കൊടുക്കൂല. വയസ്സായ അമ്മയല്ലേ, ഓളമ്മയാണെങ്കിൽ ഓളങ്ങനെ മാറ്റിയിടുക അപ്പാ, നിങ്ങൾ പറ എന്ന് ഓൻ്റെ സങ്കടം ഓൻ ഇങ്ങോട്ട് പറഞ്ഞു. അതിനച്ഛൻ പറഞ്ഞ്, അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് മോനെ. പ്രായമായ കാലത്ത് പ്രായമായ മുതിർന്നവരോട് അങ്ങനെ നമ്മൾ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നാളെ അത് തിരിച്ച് നമ്മളേക്ക് വരും. നമുക്ക് മക്കളില്ലേ, അത് ആലോചിച്ച് വേണം നമ്മൾ ഓരോട് പെരുമാറണം എന്ന് അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോഴത്തേക്ക് പൂർണിമ എണീച്ച് പുറത്ത് വന്നപാട് പറഞ്ഞു, ഓ നാശം, ഇവിടെയും ഇവിടെയെങ്കിലും ഒരു മനസമാധാനത്തോട് നിൽക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെയും വന്നത്. കാലൻ എവിടെ പോയാലും ജീവിക്കാൻ സമ്മതിക്കൂലെന്ന് തോന്നുന്നു. വയ്യത്തന്നെ വരുന്ന വാലും പിടിച്ചുകൊണ്ട്. എന്തൊരു കഷ്ടമായത്, ഇതിൻ്റെ മീട്ടത്തലാണല്ലോ എൻ്റെ കണിയായിപ്പോയതെന്ന് ഷേ എന്ന് ഓള് പറഞ്ഞു. അതിനച്ഛൻ അങ്ങോട്ട് പറഞ്ഞു, ഡേയ് എന്തെന്നാ നീ സംസാരിക്കുന്നത്? കാലനാണോ ഈ വന്നിരിക്കുന്നത്? നിൻ്റെ കെട്ടിയോനല്ലേ?
കാലിനെയാണോ നീ കല്യാണം കഴിച്ചത്? ഇതെന്ത് വർത്തമാനം നീ പറയുന്നത്? ഇങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്? അടിച്ച് നിൻ്റെ മോന്തെ അങ്ങ് ഞാൻ ശരിയാക്കി കളയും കേട്ടോ, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ എന്ന് അച്ഛൻ പറഞ്ഞ്. അതിന് അച്ഛൻ അങ്ങനെ പറഞ്ഞതിന് ഓക്ക് കരച്ചിൽ വന്ന്. ഓള് കരഞ്ഞ്. ആ ഇപ്പോൾ മാമനും ഓൻ്റെ കൂട്ടത്തിലായ? എനിക്ക് ആരുമില്ലേ? നിങ്ങൾ എൻ്റെ മാമനല്ലേ? ഓൻ്റെ മാമനല്ലാലോ. എൻ്റെ അമ്മയില്ലേ നിങ്ങളുടെ കൂടെ പറഞ്ഞത്? ഓൻ്റെ അമ്മയാ. നിങ്ങളെന്താ ഓന് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഓള് കരഞ്ഞ്. അതിന് അച്ഛൻ പറഞ്ഞ്, എടി മോളെ, ഞാൻ സപ്പോർട്ടല്ല ചെയ്തത്. നീ വീട്ടിലേക്ക് കയറി വന്ന ഒരു മനുഷ്യനെ നീ അവമാനിച്ചതല്ലേ? അങ്ങനെ പാടുണ്ടോ? അതിവിടെ സംബന്ധം ചെയ്ത ആളല്ലേ, നിന്നെ കല്യാണം കഴിച്ചതല്ലേ. നീ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും സാരമില്ല, നീ അപമാനിക്കാണ്ടിരിക്കണം. എൻ്റെ മുന്നിൽ വെച്ചിട്ട് നീ അങ്ങനെ ചെയ്താൽ ഞാനത് കേട്ട് നിൽക്കുമോ? അതാണോ ശരി? ഒരു വലിയ ആൾ ചെയ്യേണ്ട പണിയാണോ അത്? നീ എന്തെന്നാണ് ഇങ്ങനെ, എൻ്റെ ബുദ്ധി ഇങ്ങനെ ആയിപ്പോയത്? നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് അച്ഛൻ പറഞ്ഞ്. അന്നേരം അതിന് പൂർണിമ ഇങ്ങോട്ട് മറുപടി പറഞ്ഞ്, കുടുംബത്തിനെ പോലെ ഒന്നും അല്ല ഞാൻ വേറെ മാതിരിയാ എന്ന് പറഞ്ഞ്. അന്നേരം അച്ഛൻ ചോദിച്ചു, എന്ന് വെച്ചാൽ വേറെ മാതിരിയാന്ന് വെച്ചാൽ നീ എന്ത് മാതിരിയാ നീ എന്ന് അച്ഛൻ ചോദിച്ചങ്ങോട്ട്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.